ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു. മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് കൊടുത്തിരുന്ന ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ അത് നല്ല പടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യും. അതോടൊപ്പം തന്നെ അതിനകത്ത് പന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങൾ നിങ്ങൾ അതിനെ സ്കിപ്പ് ചെയ്യും. അങ്ങനെ ഈ ബിഗ് ബോസ് വീടിന്റെ അകത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നതും നിങ്ങൾ കൂട്ടുകാരോട് പറയാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ പറയാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. അതനുസരിച്ച് മത്സരാർത്ഥികൾ ഓരോരുത്തരായി വന്ന് പറഞ്ഞു. ജാസ്മിൻ വന്ന് പറഞ്ഞു, ഞാൻ സ്കിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഗബ്രി ഇവിടുന്ന് എവിക്റ്റ് ആയി പോയതാണ്. ഞാൻ പിന്നെയും കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ചില ഫൺ മൊമെന്റുകളാണ്. ഇവിടെ ജിൻഡോ ചേട്ടാ സ്പോൺസർ ടാസ്കിന്റെ ഇടയിൽ കാണിച്ച ഫണ്ടുകൾ, അങ്ങനെ തുടങ്ങി കുറെ ഫൺ കാര്യങ്ങൾ കാണാനാണ് എനിക്ക് ഇഷ്ടമെന്ന് ജാസ്മിൻ പറയുന്നു. അതോടൊപ്പം തന്നെ വന്ന അർജുൻ വന്നിട്ട് പറയുന്നു എന്നെ ലാലേട്ടൻ വന്നിട്ട് അപ്പു എന്ന് വിളിച്ചത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ ഞാൻ വന്ന സമയത്ത് എൻട്രി ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഹഗ് ചെയ്തത് എനിക്ക് ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ഫ്രണ്ട്സുകളുമായിട്ടുള്ള ഒരു രണ്ടാം ആഴ്ചയിൽ സംഭവിച്ച ആ ഒരു ഇൻസിഡന്റ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജിൻഡോ വരുന്നുണ്ട്. ജിൻഡോ വന്നു കഴിഞ്ഞ് പറയുന്ന കാര്യം ഇതാണ്, ഞാൻ സ്കിപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പവർ റൂമിലായിരുന്ന സമയത്ത് ജാൻമണി എന്നോട് ചായ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എനിക്ക് ചായ കൊടുക്കാൻ പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് റസ്മിനും അതോടൊപ്പം തന്നെ അർജുനുമായിരുന്നു ആ ടീമിലുണ്ടായിരുന്നത്. അന്ന് ആ ടീമിൽ വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ മുട്ടത്തോടൊക്കെ എടുത്തിടുകയും എന്നെ കൊണ്ട് ഫ്ലോർ ക്ലീൻ ചെയ്യിക്കുകയും ഒക്കെ ചെയ്ത ആ ഒരു നിമിഷം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഞാൻ അന്ന് ബിഗ് ബോസിനോട് വരെ പറഞ്ഞിരുന്നു, എന്നെ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞ്. ഞാൻ വല്ലാണ്ട് അന്ന് അനുഭവിച്ച ഒരു ദിവസം തന്നെയായിരുന്നു. അതെനിക്ക് ഒരിക്കലും ഓർക്കാൻ പോലും പറ്റാത്ത ദിവസമാണ്. അത് ഞാൻ സ്കിപ്പ് ചെയ്യും എന്ന് തന്നെ ജിൻഡോ അവിടെ പറയുന്നു. ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് വീണ്ടും കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്, ലാലേട്ടൻ വിഷുവിന്റെ ദിവസം ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും ഡാൻസ് ചെയ്ത്, ഞാൻ കൃഷ്ണന്റെ വേഷമൊക്കെ കെട്ടി അവിടെ ഡാൻസ് ചെയ്ത് സമയം ഇങ്ങനെ തിരിഞ്ഞു വരുന്ന ഒരു സമയമുണ്ട്. ഇങ്ങനെ ഓടക്കുഴലും പിടിച്ച് തിരിഞ്ഞു വരുന്ന സമയത്ത് ലാലേട്ടൻ ഇങ്ങനെ ഒരു ക്ലിക്ക് അടിക്കുന്നുണ്ട്. അതെല്ലാരെയും ക്ലിക്ക് അടിച്ചതാണ്. പക്ഷെ എനിക്ക് തോന്നി എന്നെ ക്ലിക്ക് അടിച്ച പോലെ, അല്ലെ എന്നെ ആ ഫോട്ടോ എടുത്തതെന്ന് എനിക്ക് തോന്നി. അതെനിക്ക് വലിയൊരു സംഭവമാണ്, എനിക്കൊരു വലിയ മറക്കാനാകാത്ത ഒരു അനുഭവമാണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജിൻഡോ പറയുന്ന കാര്യം ഇതാണ്, ജാൻമണി പവർ റൂമിൽ കയറിയ ഒരു മൂവ്മെന്റ് ഉണ്ട്, അതായത് വടം വലിച്ച് കയറിയത്. അത് മറ്റേ എന്റെ കൂടെ ഉള്ള എല്ലാവരും തന്നെ ആദ്യം ജാൻമണിയുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുകയും പിന്നെ അവർ ഗബ്രിയുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കും പോയിരുന്നു. പക്ഷെ ഞാൻ എന്റെ സുഹൃത്തായ ജാൻമണിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഞാൻ വടം വലിച്ചു. ആ വടം വലിച്ച് അവർ വിജയിച്ചു. അവർ പവർ റൂമിൽ കയറി. അതും എനിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹമാണെന്നും ജിൻഡോ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ജിൻഡോ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ജിൻഡോ പറഞ്ഞ കാര്യങ്ങൾ രണ്ടും നമ്മൾ ലൈവിൽ കണ്ടത് തന്നെയാണ്. അത് പറയുകയാണെങ്കിൽ, അന്ന് പവർ റൂമിൽ ഇരുന്ന ജിൻഡോയോട് കാണിച്ച റസ്മിന്റെ ആ ഒരു ബിഹേവിയർ, ഉള്ളിലത്തെ കാര്യങ്ങൾ വെളിയിൽ പോയി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയ്ക്കെതിരെ നടത്തിയ വലിയ മോശമായ പരിപാടികളായിരുന്നു. അന്ന് റസ്മിൻ പോയി മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ. എങ്കിൽ പോലും ജിൻഡോയ്ക്കെതിരെ ആയുധമാക്കി അർജുനും അതോടൊപ്പം തന്നെ റസ്മിനും അന്ന് വളരെ മോശമായിട്ട് തന്നെ അന്ന് പെരുമാറിയ ദിവസങ്ങളായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും അത് ഇപ്പോഴും അത് മനസ്സിൽ ഓർത്തോർത്തിരിക്കുക. അതിന്റെ ഗബ്രിയുടെയൊക്കെ ആ ഒരു മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ ഒക്കെ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.